കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. നാം നന്ദിയുള്ളവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുവാൻ, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ള ഒരു ഹൃദയം, അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ക്രിസ്തുവിൻ്റെ സമാധാനം വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമാധാനം വസിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ഈ ഭൂമിയിൽ നാം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലാണ് നാം ജീവിക്കുന്നത് എങ്കിലും, എന്തെല്ലാം നേരിടുന്ന ജീവിതമാണെങ്കിലും ക്രിസ്തുവിൻ്റെ സമാധാനം നിറഞ്ഞ ഒരു ഹൃദയമായി ഇല്ലേ. ജീവിതം പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നാം നേരിടുന്നത്. ഈ പ്രശ്നങ്ങളുടെയും ഭാരങ്ങളുടെയും എല്ലാം നടുവിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിറയപ്പെട്ട ഒരു ഹൃദയമുള്ളവരായി നാം നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് തന്നിട്ട് പോയ ഒരു സമാധാനമുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് തന്നിട്ട് പോയ സമാധാനം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ജീവിതം, അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. നാം സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനങ്ങളിൽ ഉടനീളം ദൈവത്തോടുള്ള നന്ദിയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നാണ് 103-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഞാൻ ഇന്ന് അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 107-ാം സങ്കീർത്തനമാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ സാധിക്കുമെങ്കിൽ ബൈബിൾ എടുത്ത് 107-ാം സങ്കീർത്തനം ഒന്നെടുത്ത് എന്നോട് ചേർന്ന് ദൈവ വചനത്തോടുകൂടെ ചില മിനിറ്റുകളായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 107-ാം സങ്കീർത്തനം അത് ആരാലാണ് എഴുതപ്പെട്ടത് എന്ന് നാം കാണുന്നില്ല. ഗ്രന്ഥകർത്താവിൻ്റെ പേര് വെളിപ്പെടുത്താത്ത ഒരു സങ്കീർത്തനമാണ് 107-ാം സങ്കീർത്തനം. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതായ ദൈവജനം പാടിയതായ ധ്യാനിച്ചതായ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് 107-ാം സങ്കീർത്തനം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. നന്ദിയുള്ളവരായി ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചതായ ജനം ദൈവത്തോട് നന്ദിയുള്ളവരായി ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനം, പാടുന്ന ഒരു സങ്കീർത്തനം. നാം ഈ സങ്കീർത്തനം പഠിച്ചാൽ എവിടെ നിന്നെല്ലാമാണ് ദൈവം നമ്മെ വിടുവിക്കുന്നത് എന്ന ചില കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പ്രധാനമായും 4 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ദൈവം നമ്മെ എവിടെ നിന്നെല്ലാമാണ് വിടുവിക്കുന്നത്. അതിൻ്റെ 2 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വഴിതെറ്റി പോകുന്നവരെ ദൈവം വിടുവിക്കുന്നു എന്ന്.
നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചും ഇരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. വഴി തെറ്റിപ്പോയവരെ കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും, ഇങ്ങനെയാണ് വായിക്കുന്നത്. വഴിത്താരയില്ലാത്ത സ്ഥലമല്ലേ മരുഭൂമി? ഒരു വഴി കാണാനില്ല. മുന്നോട്ട് പോകാൻ ഒരു വഴിത്താരയില്ലാത്ത സ്ഥലം. ഏതിൽ പോകണം അറിയില്ല. ഒരു വഴിച്ചാലുണ്ടെങ്കിൽ, ഒരു റോഡുണ്ടെങ്കിൽ നമുക്കതിലൂടെ പോകാം. എന്നാൽ മരുഭൂമിയിൽ റോഡുകളില്ലല്ലോ. വഴിത്താരയില്ലാത്ത മരുഭൂമി. ഏതിലേ പോകണമെന്നറിയില്ല, എങ്ങനെ പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു വഴിയും കാണാതെ തളർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു വഴിയും കാണുന്നില്ല. എൻ്റെ കടം വീട്ടുവാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എൻ്റെ ബിസിനസ്സിൻ്റെ ഞാൻ ഇന്ന് നേരിടുന്നതായ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഒരു വഴി എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നില്ലല്ലോ. എൻ്റെ ജോലിയിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. ഞാൻ രോഗത്താൽ വലയുകയാണല്ലോ. ഞാനൊരു വഴി കാണുന്നില്ലല്ലോ. ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രതികൂലങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കടക്കും? ഞാനൊരു വഴി കാണുന്നില്ലല്ലോ. മരുഭൂമിയിൽ വഴിയില്ലാത്ത സ്ഥലത്ത്, അത് കിഴക്കായിക്കൊള്ളട്ടെ, പടിഞ്ഞാറായിക്കൊള്ളട്ടെ, വടക്കായിക്കൊള്ളട്ടെ, കടലിലായിക്കൊള്ളട്ടെ, മരുഭൂമിയിലായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും മുന്നോട്ട് പോകുവാൻ ഒരു വഴിയും കാണാത്തവരെ വിടുവിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവമുണ്ടായെന്നാണ് ഇവിടെ നാം വായിച്ചത്. ഒരു വഴിയും കാണാത്ത ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷ വേലയ്ക്കായി വയനാട്ടിലേക്ക് കടന്നു ചെന്നു. ദീർഘവർഷങ്ങൾ, 10-21 വർഷത്തിലധികം ഞങ്ങൾ വയനാട്ടിൽ മീനങ്ങാടിയിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്ത ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളവിടെ കടന്നു ചെന്ന ആദ്യത്തെ നാളുകളിൽ മീനങ്ങാടി 54-ലുള്ള ഒരു ഭവനത്തിൽ ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ തൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഉൾമുറിക്കുള്ളിൽ വാതിലടച്ചിട്ടിരിക്കുകയാണ്. ആ ഭവനത്തിലെ മാതാവ് കണ്ണുനീരോടെ ഞങ്ങളെ ആ ചെറുപ്പക്കാരൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. മുറിക്കുള്ളിൽ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, നിവൃത്തിയില്ലാതെ, ജീവിതത്തിൽ നേരിട്ടതായ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എല്ലാ വഴികളും വഴിമുട്ടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ. താങ്ങാനാകാത്ത കടബാധ്യത, മദ്യപാനവുമുണ്ട്.
എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വഴിയുമില്ലാതെ മുട്ടിയിരിക്കുന്ന വഴിമുട്ടിയ ചെറുപ്പക്കാരൻ. ഞങ്ങൾക്കൊരു വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഭൗതികമായി ലോകപ്രകാരം ഒരാലോചനയും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങളെ വഴി പറഞ്ഞ് നടത്തിയ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. വഴിയില്ലാത്തവർക്ക് വഴിയായി തീരുന്ന ഒരു യേശു ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ ചെറുപ്പക്കാരൻ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവവചനം കേൾക്കാൻ കടന്നു വന്നു. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. 1999 കാലങ്ങളിലെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ആ ചെറുപ്പക്കാരന് മുമ്പിൽ അടഞ്ഞ വഴികളെ തുറന്നു നടത്തിയ ഒരു ദൈവമുണ്ട്. ഇന്ന് സമാധാനമുള്ളവനായി, സന്തോഷമുള്ളവനായി, യാതൊരു കടബാധ്യതയുമില്ലാത്തവനായി, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി ഇന്ന് ആ ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നു. വഴിയില്ലാതെ വലയുന്ന ജനത്തിന് വഴിതെറ്റിയവരെ വിടുവിക്കുന്ന ഒരു നല്ലവനായ യേശു ജീവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒന്ന്, വഴിതെറ്റിയവരെ അവൻ വിടുവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 107 സങ്കീർത്തനം 10 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ അവൻ തടവിലായവരെ വിടുവിക്കുന്നവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധ തമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ താമ്ര കതകുകളെ തകർത്തു, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു. തടവിലായവരെ അവൻ രക്ഷിക്കുന്നു. ഇരുളിലും അന്ധതമസിലും പെട്ടുകിടക്കുന്നവരുണ്ട്. അരിഷ്ടതയിൽ പെട്ടുകിടക്കുന്നവർ, ഇരുമ്പ് ചങ്ങലയാൽ കെട്ടപ്പെട്ട് കിടക്കുന്നവർ, ദൈവം അവരുടെ ഹൃദയത്തെ കഷ്ടത കൊണ്ട് താഴ്ത്തി. 12 വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ വരുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഗർവമുള്ള ഹൃദയം, ഉന്നതഭാവമുള്ള ഹൃദയം, അഹങ്കാരമുള്ള ഹൃദയം, നിഗളിച്ച് നടക്കുന്നതായ ഹൃദയം, ഹൃദയത്തെ താഴ്ത്തിക്കൊടുക്കുവാൻ, ഹൃദയം താഴ്ത്താൻ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ഇവിടെ ഒരു കൂട്ടം സഹായിപ്പാൻ ആരുമില്ലാത്തവർ. നമ്മങ്ങനെയാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. മനസ്സറിഞ്ഞ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു അരുതായികൾ ജീവിതം സംഭവിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. സഹായിക്കുവാൻ, കൂടെ നിൽക്കുവാൻ, യഥാർത്ഥ അവസ്ഥയൊന്ന് മനസ്സിലാക്കുവാൻ ആരുമില്ലാതെ. എന്നാൽ ആ സന്ദർഭത്തിൽ യഹോവയോട് നിലവിളിച്ചാൽ താമ്രക്കതകളും ഇരുമ്പോടാമ്പലുകളും താനേ തകരും. ഒരുവൻ തകർക്കുമെന്ന്, താമ്രക്കഥകളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്
ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഇരുമ്പ് ചങ്ങലകളെ മുറിച്ചു മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ആരെല്ലാം തടവിലായിട്ടുണ്ട്. പാപത്തിൻ്റെ തടവറകൾ ഇരുമ്പ് ചങ്ങല പോലെ പാവം വന്ന് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. തടവറയിൽ താമ്രക്കതകളാൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. സഹായിപ്പാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. വായിക്കുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഒരു ദൈവം ഇറങ്ങി വന്നു. ഇരുമ്പ് ചങ്ങലകളെ മുറിച്ചു മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന്, താമ്രക്കതകളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, നമ്മെ വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഇരുളിൽ നിന്ന് അന്ധതമസിൽ നിന്ന് ഇരുട്ട്, അന്ധതമസ് എന്നെല്ലാം പറയുന്നത്, അന്ധകാരം എന്നെല്ലാം പറയുന്നത് പാപമാണ്. പാപത്തിൻ്റെ ചങ്ങല, മദ്യപാനത്തിൻ്റെ ചങ്ങല, വെറുക്കൂത്തുകളുടെ ചങ്ങല, വ്യഭിചാരത്തിൻ്റെ ചങ്ങല, അഴുക്ക് കൂട്ടുകെട്ടുകളുടെ ചങ്ങല, ദുശീലങ്ങളുടെയും ദുഷ്പരിചയങ്ങളുടെയും ചങ്ങല, വാശിയുടെയും വഴക്കിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും കോപത്തിൻ്റെയും ഇരുമ്പ് ചങ്ങലകൾ. വിടുവിക്കാൻ ആരുമില്ല, രക്ഷപ്പെടാൻ മാർഗമില്ല. ഇന്ന് ജീവിതത്തിലായിരിക്കുന്ന അരിഷ്ടതകളുടെ നടുവിൽ സങ്കടത്തോടെ ഹൃദയം താഴ്ത്തി നിലവിളിച്ചാൽ വിടുവിക്കുന്നവനായ ദൈവമുണ്ട് എന്ന്, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഇരുമ്പ് ചങ്ങലകൾ അറുത്തു മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ നിന്റെ അനുഭവത്തിലൂടെ ധ്യാനിക്കുകയാണ്, ജനം ഏറ്റുപാടുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് നിലവിളിക്കാമോ? ഈ 4 സന്ദർഭങ്ങളിലും ഒറ്റ കാര്യമേ വിടുവിക്കാൻ ജനം ചെയ്തുള്ളൂ. അവർ നിങ്ങളുടെ സങ്കടങ്ങളിൽ, അവർ നിങ്ങളുടെ കഷ്ടതകളിൽ യഹോവയോട് നിലവിളിച്ചു. ആരും കേൾക്കാനില്ലെങ്കിലും നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഇറങ്ങുമ്പോൾ, നിലവിളിക്കുമ്പോൾ അനാഥൻ്റെയും വിധവയുടെയും നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, പരദേശിയുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഈ ഭൂമിയിൽ മനുഷ്യരാരും കേൾക്കാനില്ലെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിലും തങ്ങളുടെ അരിഷ്ടതകളാൽ തങ്ങളുടെ ഹൃദയത്തെ താഴ്ത്തി ദൈവസന്നിധിയിൽ തങ്ങളുടെ കഷ്ടതകളിൽ നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ നിലവിളി കേട്ട് വിടിവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നിങ്ങൾക്കാർക്കെല്ലാം വിശ്വാസമുണ്ട്, ഇന്ന് നിങ്ങളായിരിക്കുന്നതായ രംഗത്ത്, ആയിരിക്കുന്നതായ സ്ഥാനത്ത് ഉള്ളു തകർന്ന് നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഉറപ്പിച്ച് ഓർപ്പെടുത്തുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ കാര്യം, അതിൻ്റെ 17 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അവർ യഹോവയെ, അവൻ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. രോഗത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ 2018 നല്ല ആരോഗ്യമുള്ളവനായി ഓടി നടന്ന് സുവിശേഷം വലിയതുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ രോഗം ബാധിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പെട്ടെന്നാണ് എൻ്റെ ശരീരത്തിൽ ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനത് മനസ്സിലാക്കിയ അന്ന് വയനാട്ടിൽ ഒരു ഭവനത്തിൽ നടത്തിയതായ ഒരു ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് കടന്നു ചെന്നു. ഞാനന്ന് മറ്റാർക്കും അറിയില്ല. റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് അവിടെ കൂടിയിരിക്കുന്നവർക്ക് ആർക്കും അറിയില്ല. ഞാനന്ന് കൂട്ടായ്മയിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം മുഴങ്ങി,
ഈ ദീനം മരണത്തിനല്ല, ദൈവനാമം മഹത്വപ്പെടുവാനാണ്. ദൈവവചനമാണ് എൻ്റെ ഉള്ളിൽ മുഴങ്ങിയത്. ഞങ്ങൾ ചികിത്സയ്ക്കായി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന എറണാകുളത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെയാണ് നിൽക്കുന്നത്. ദൈവമക്കളുടെ സഹായവും പ്രാർത്ഥനയും ശുശ്രൂഷകളുമെല്ലാം ധാരാളമായി രോഗത്തിൻ്റെ നാളുകളെ അനുഭവിപ്പാൻ ദൈവം കൃപ തന്നു. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവനായിട്ടാണ് ഞാൻ ഈ വാക്കുകളെ പറയുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയ കാലങ്ങളായിരുന്നു. റേഡിയേഷനുകൾ, സർജറികൾ, കീമോ, ഏതാണ്ട് 1 വർഷത്തോളം ചികിത്സകളിലൂടെ എൻ്റെ ഈ ശരീരം കടന്നുപോയി. ഞാൻ പറയട്ടെ, ഇന്നിത്രയും വർഷങ്ങളായി എനിക്ക് രോഗം വരുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ ആരോഗ്യമുള്ളവനായി ഞാൻ നിൽക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇനിയൊരാശ മാത്രമേ ഉള്ളൂ. കർത്താവേ, എങ്ങനെയെല്ലാം അവിടുത്തെ പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ അതുപോലെയെല്ലാം അവിടുത്തെ പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ആയുസ്സ് ചെലവഴിക്കണമെന്നുള്ള ഒരേ ഒരാശ മാത്രമേ ഉള്ളൂ. വീണ്ടും 4-ാമതായി നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ 23 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, കൊടുങ്കാറ്റുകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, കൊടുങ്കാറ്റുകളിൽ നിന്ന്, ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റുകളിൽ നിന്നും തിരമാലകളിൽ നിന്നുമെല്ലാം, ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നിന്ദയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും പ്രതികൂലങ്ങളുടെയും എല്ലാം കൊടുങ്കാറ്റുകളിൽ നിന്ന് വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ജീവിതത്തിന് നേരെ വന്നതായ കൊടുങ്കാറ്റുകൾ, ആകാശത്തോളം ഉയർന്നവർ വീണ്ടും ആഴത്തിലേക്ക് താണുപോയവർ, സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും എല്ലാം കൊടുമുടികളിലേക്ക് ആകാശം വരെ ഉയർന്നു നിന്നവർ, ഒന്നിനും കുറവില്ലാതിരുന്നവർ. നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. ആകാശത്തിലേക്ക് ഉയർന്നു നിന്നവർ വീണ്ടും ആഴത്തിലേക്ക് താണുപോയവർ. കെടുതികൾ വന്നു, തിരമാലകൾ, കൊടുങ്കാറ്റുകൾ. വിടുവിക്കുന്നവനായൊരു ദൈവമുണ്ട് എന്ന് മരവിച്ച പോലെയായി. അവരുടെ ബുദ്ധി പൊയ്പോയിരുന്നു. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു എന്ന് പറഞ്ഞാൽ, ഉയർച്ചയുടെ കൊടുമുടിയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു വന്ന രംഗത്തു നിന്നും പെട്ടെന്ന് ഒന്നുമില്ലാത്തവരായി മാറി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പൊയ്പോയിരുന്നു, സുബോധം പോയി. ഒരു മരവിപ്പ് പോലെ, എല്ലാം ഒന്ന് മരവിച്ചതുപോലെ. പ്രാണൻ തളർന്നു, ഓർമ്മ പോയി, എന്ത് ചെയ്യണം ഒന്നും അറിയാൻ പാടില്ല. പ്രതികൂലക്കാറ്റേറ്റ് നീ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ കാറ്റേറ്റ് മരച്ചുപോയവരുണ്ടോ? സങ്കടം, ദുഃഖം, കഷ്ടത, കെടുതി, അപകടങ്ങൾ, രോഗങ്ങൾ, മരണം, പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റ്. അവർ യഹോവയെ സ്തുതിച്ചു എന്ന്, അവരെ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം എത്തിച്ചു എന്ന്, ശാന്തത വന്നു, അവർ സന്തോഷിച്ചു. എല്ലാത്തിനും ശാന്തത തരുന്ന ഒരു ദൈവമുണ്ട്, സന്തോഷം തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം. അവർ യഹോവയെ, അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾ ഇവിടെ അമേരിക്കയിൽ, ഞങ്ങൾക്ക് ഇന്നൊരു വ്യാഴമാണല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ താങ്ക്സ് ഗിവിങ് ആയിരുന്നു. 1621 ഒരു കൂട്ടം ആളുകൾ ജനത്തിൻ്റെ സഭയിൽ, നമ്മുടെ വായിച്ചു 32-ാം വാക്യം, അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുവാൻ, മൂപ്പന്മാരുടെ സഭയിൽ അവനെ സ്തുതിക്കുവാൻ 1621 ഒരു കൂട്ടം ആളുകൾ കൂടിയിരുന്നു.
1620 ഇംഗ്ലണ്ടിൽ ആരാധനാസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായ സന്ദർഭത്തിൽ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഒരു കൂട്ടം ദൈവമക്കൾ, വിശ്വാസികൾ മേഫ്ലവർ എന്നൊരു കപ്പലിൽ യാത്ര ചെയ്തു. ദീർഘമായ യാത്ര, പ്രതികൂലങ്ങൾ നടന്ന യാത്ര. പലരും മരണം മൂലം മാറ്റപ്പെട്ടു. അവർ യാത്ര ചെയ്ത് അമേരിക്കയുടെ തീരത്തണഞ്ഞു. അവർക്ക് ജീവിക്കുവാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. കൊടും തണുപ്പ്, ആഹാരമില്ല. അമേരിക്കയുടെ മണ്ണിൽ കൃഷി ചെയ്യുവാൻ അവർക്ക് പരിചയമില്ല. ഇവിടെയുള്ള നേറ്റീവ് അമേരിക്കൻസ് അവരെ സ്നേഹത്തോടെ കൈക്കൊണ്ടു. കൃഷി ചെയ്യുവാനും വേട്ടയാടുവാനും മീൻ പിടിക്കുവാനുമെല്ലാം അവരെ പഠിപ്പിച്ചു. അവർ കൃഷി ചെയ്തു. നല്ല വിളവ് കിട്ടി. അവരാ വിളവ് അനുഭവിക്കുന്നതിന് മുമ്പ് ദൈവം ചെയ്ത നന്മകളെ ചൊല്ലി അവനെ സ്തുതിക്കുവാൻ 1621 അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അതിൻ്റെ ഓർമ്മയാണ് താങ്ക്സ് ഗിവിങ്. ഇന്നും നവംബർ മാസം 4-ാമത്തെ വ്യാഴം താങ്ക്സ് ഗിവിങ് ഡേ ആയി ആഘോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുവാൻ. അവർ യഹോവയെ, അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നന്ദിയുള്ളവരായി, ദൈവം നടത്തിയ വഴികൾക്ക് നന്ദിയുള്ളവരായി, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമുക്ക് നിൽക്കാം. നമ്മുടെ ജീവിതത്തിലും നാം ഇന്ന് ചിന്തിച്ചതായ ഈ 4 വിധത്തിലുള്ളതായ അവസ്ഥകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനായ ദൈവമുണ്ട്. വഴിയില്ലാതെ വഴിതെറ്റിപ്പോയവരെ, തടവിലായവരെ, രോഗികളെ അവരുടെ രോഗത്തിൽ നിന്ന്, കൊടുങ്കാറ്റുകളിൽ അകപ്പെട്ടു പോയവരെ ആ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റുകളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിടുതലിന് വേണ്ടി ദൈവത്തേക്ക് നോക്കി നിലവിളിക്കാം. വിടുതൽ അനുഭവിക്കുന്നവർക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മൾ കണ്ണുകൾ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി, ക്രിസ്തുവിൻ്റെ സമാധാനം വാഴുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി ഇനിയുള്ള കാലം നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. എല്ലാ മഹത്വത്തോടും എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.